ഞാനാണ് സ്ഥാനാർത്ഥി. ഉളുപ്പുണ്ടോടാ എനക്ക്? 5 കൊല്ലം മെമ്പറായിരുന്നിട്ട് വീണ്ടും വന്നേക്കണം. നീ മെമ്പറായിരുന്നോണ്ട് എനിക്കുള്ള ഗുണമുണ്ടായിട്ടുണ്ടോ? ഇതുപോലെ 5 കൊല്ലം മുമ്പ് വന്ന് കയ്യും കാലും പിടിച്ച് ചേട്ടന്റെ വോട്ട്, ചേട്ടന്റെ സംഘടനയുടെ വോട്ട്, വീട്ടിലെ അംഗങ്ങളുടെ വോട്ട് തേണ്ടി ഇരന്ന് വാങ്ങിട്ട് പോയിട്ട് നീ മെമ്പറായിരുന്നോണ്ട് എനിക്കുള്ള ഗുണമുണ്ടായിട്ടുണ്ടോ? ഞാൻ മെമ്പറായതിനു ശേഷം ചേട്ടൻ അങ്ങനെ ആവശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിന്നോട് ഞാൻ തേങ്ങയിടാൻ പറഞ്ഞ എത്ര നാളായി? ഒരു ദിവസമെങ്കിലും നീ ഇങ്ങോട്ട് വന്നായിരുന്നോ? മെമ്പറായിട്ട് നീ ഉള്ളപ്പോ ഞാൻ വേറെ ആളെ നോക്കണോ? ജയിപ്പിച്ച് വിട്ടിരിക്കുന്നു ഒരു ഗുണമില്ലാത്തവരാ. എന്തേ പറ്റണം? അതാണ് ഒരു മെമ്പറുടെ കടമ. നീ അത് പറഞ്ഞിട്ടില്ലേ പോയെ? എന്ത് കാര്യത്തിനും ചേട്ടന്റെ അവിടെ കാണുമെന്ന്. എന്നിട്ട് അവിടെ പഴയ മെമ്പറാ. മെമ്പർക്ക് ഇപ്രാവശ്യം ഓട്ടൊന്നുമില്ല. അതെന്ത് വർത്താനം ചേച്ചി? മെമ്പറിനെ എത്ര വട്ടം വിളിച്ച് ആ കോഴിക്കോടിലെ കാട്ടം വരാനായിട്ട് മെമ്പർ വന്നായിരുന്നോ? വിളിച്ചാ ഫോൺ എടുക്കത്തില്ല കേട്ടോ. ഇവിടെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടന്നു. അപ്പൊ വിളിച്ചു ഞാനും അവളും. നീ വന്ന അകത്ത് ഇറങ്ങി ഒന്ന് കോര ആളില്ലാത്തോണ്ടാണ് അവനെ വിളിച്ചത്. അതിനുപോലും വരാത്ത ഇപ്പൊ വോട്ട് ചോദിച്ചു. നമ്പർ ഞങ്ങൾക്ക് ഉപകാരം ഇല്ലാത്ത ഇയാൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. ചേട്ടാ ഇതൊക്കെയാണോ ഞാൻ ചെയ്തിട്ട്? ഇതിനൊക്കെ ആളെ കിട്ടാത്തുണ്ടല്ലേ? ആ കിട്ടില്ല. അപ്പൊ നിന്റെ കടമയാണ് അത് ചെയ്യുക എന്നുള്ളത്. കാണാനാണ് നിന്നെ മെമ്പറാക്കി ചെയ്യുന്നത്. നിന്നെ ഞാൻ ഭാരിച്ച ജോലിയൊന്നും ഏൽപ്പിച്ചില്ലല്ലോ. ഒന്ന് വില്ലേജിൽ പോ അത് ചെയ്തിട്ട് വാ, ഒന്ന് പഞ്ചായത്തിൽ പോ അത് ചെയ്തിട്ട് വാ, ഒരു കോർപ്പറേഷനിൽ പോ അത് ചെയ്തിട്ട് വാ, അങ്ങനെയല്ലേ ഏൽപ്പിച്ചോ? നിസ്സാരം ഒന്ന് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്, നിസ്സാരം ഒന്ന് തെങ്ങിക്കയറ്, നിസ്സാരം ഒന്ന് കോഴിക്കോട് ക്ലീൻ ചെയ്. ഇത്രല്ലേ പറഞ്ഞുള്ളൂ. അത് നിനക്കൊരു വലിയ പണിയാണ്. ഞാൻ ഈ വാർഡിലെ മെമ്പർ അല്ലേ, ഞാൻ ജോലിക്കാരനല്ലല്ലോ. അവന്റെ ദാഷ്ടി നോക്ക്. നമ്മളടുത്ത് വോട്ട് തണ്ടാ വന്നവനാണ്, എന്നിട്ട് ഇപ്പൊ ജോലിക്കാരനല്ല പോലും. എനിക്കും എന്റെ കുടുംബത്തിന് ഉപകാരമില്ലാത്തവന്മാർക്കൊന്നും ഇവിടെ നിന്ന് വോട്ടില്ല. അറിയപ്പെടാ.